ന്യൂനപക്ഷ കായിക മന്ത്രി വി അബ്ദുറഹ്മാനാണ് നമ്മോടൊപ്പം ഇന്നിപ്പോൾ പ്രസ് കോൺഫറൻസിൽ. നമസ്കാരം ശ്രീ വി അബ്ദുറഹ്മാൻ. ഞാൻ എം വി നികേഷ് കുമാർ, ഉണ്ണി ബാലകൃഷ്ണൻ, ഡോക്ടർ അരുൺ കുമാർ, ഒപ്പം തന്നെ സ്മൃതി പരുത്തിക്കാട് എന്നിവർ എന്നോടൊപ്പം. നമസ്കാരം. നമസ്കാരം നമസ്കാരം മന്ത്രി. മന്ത്രി ആദ്യം തന്നെ പറയേണ്ടത് മെസ്സി എപ്പോൾ വരുമെന്നാണ്. മെസ്സി വരുമോ വരില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. അതെ അതെ, തീർച്ചയായിട്ടും മെസ്സിയും ടീമും വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം ഈ ജൂലൈയിലായിരുന്നു അർജന്റീനൻ ഫുട്ബോൾ ഫെഡറേഷൻ ഈ സൗഹൃദ മത്സരങ്ങൾക്കുള്ള കലണ്ടർ നിശ്ചയിച്ച്. ആ സമയത്താണ് നമ്മുടെ കേരളത്തിലെ മഴയുടെ സീസൺ. നമ്മളത് ഫെഡറേഷൻ അറിയിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത 2025 ഒക്ടോബറിൽ അർജന്റീനിയൻ വേൾഡ് കപ്പ് വിന്നേഴ്സായിട്ടുള്ള ടീം മുഴുവൻ കേരളത്തിലെത്തും. 2 സൗഹൃദ മത്സരങ്ങൾ കേരളത്തിൽ നടത്തുമെന്നാണ് അവരറിയിച്ചിട്ടുള്ളത്. വളരെ സന്തോഷകരമായ വാർത്തയാണ്. കാരണം കേരളത്തിലെ ഫുട്ബോൾ ആരാധകർ മുഴുവൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് ഈ മത്സരം. ഇതിനോടൊന്ന് ചേർത്ത് വെക്കാനുള്ള ചോദ്യമാണ്, നമുക്ക് ഈ ഫുട്ബോൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റേഡിയങ്ങൾ കുറവാണല്ലോ, രാജ്യത്ത് തന്നെ ഇല്ല. എല്ലായിടത്തും ക്രിക്കറ്റും ഫുട്ബോൾ ഒരുപോലെ നടക്കുകയാണ്. ഇപ്പോൾ മലപ്പുറത്തൊരു സ്റ്റേഡിയം വരുന്നു, അത് ഫുട്ബോളിന് മാത്രമായിരിക്കുമോ? കാരണം മലപ്പുറം ഫുട്ബോൾ പ്രേമികളുടെ സ്ഥലമാണല്ലോ. കേരളത്തിൽ നിലവിൽ മാച്ചുകൾ നടത്താൻ പറ്റുന്ന ഒരു സ്റ്റേഡിയമേ ഉള്ളത് കൊച്ചിയിലാണ്. മറ്റൊന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട 2 പട്ടണങ്ങളിൽ പുതിയ 2 സ്റ്റേഡിയങ്ങൾ നിർമ്മിക്കുന്നതിൽ ഒന്ന് മലപ്പുറത്താണ്. ആ സ്റ്റേഡിയത്തിൻ്റെ ഡിസൈനിങ് അടക്കമുള്ള പ്രവൃത്തികൾ ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഒരു 60 ദിവസത്തിനകം 2 മാസത്തിനകം അത് ടെൻഡർ നടപടികൾ കിടക്കുകയാണ്. 1 വർഷത്തിനുള്ളിൽ ആ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മലപ്പുറത്ത് ഒരു കളി എന്നുള്ള മലബാറുകാരുടെ ഒരു ആവശ്യം കൂടി നിർവഹിക്കാൻ പോവുകയാണ്. മെസ്സിയുടെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ ഒരു വ്യക്തത വരുത്താൻ വേണ്ടി ചോദിക്കുകയാണ്. ഒന്ന്, വലിയ സാമ്പത്തികമായ ബാധ്യതയായി അത് മാറുമോ എന്നുള്ളത്. 2, മലപ്പുറം താങ്ങുമോ എന്നുള്ളൊരു ചോദ്യം. അർജന്റീന ടീം വന്നാൽ മലപ്പുറം എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് ഇപ്പോൾ തന്നെ ഊഹിക്കാമല്ലോ. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ആരോട് കളിക്കും അർജന്റീന? നമ്മുടെ പെർഫോമൻസ് ഏഷ്യൻ ഗെയിംസിൽ നമ്മൾ കണ്ടതാണല്ലോ. ഇപ്പോൾ ഇന്ത്യയാണോ പ്രതിയോഗി? നികേഷ്, നമുക്ക് ധാരാളം സമയമുണ്ട്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനുമായി നമുക്ക് ചർച്ച നടത്തേണ്ടതുണ്ട്. ടീമിൻ്റെ കലണ്ടർ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളിലേക്ക് തന്നെ പോവേണ്ടതുണ്ട്. പിന്നെ വേൾഡ് കപ്പ് മത്സരങ്ങൾ നടന്നത് 35,000 കാണികൾ 40,000 കാണികൾ ഉള്ള സ്റ്റേഡിയങ്ങളിലാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനസംഖ്യ കൂടുതലാണ്, ഫുട്ബോൾ പ്രേമികൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സൗകര്യങ്ങളുണ്ടാണ്. കൊച്ചി GCDയുടെ ഒരു സ്റ്റേഡിയമാണ്. അതിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടി വരും. അത് നടത്തി കഴിഞ്ഞാൽ കൊച്ചിയിലും ഒരു മത്സരം. നമ്മൾ മഞ്ചേരി പയ്യനാട് നിർമ്മിക്കാൻ പോകുന്ന സ്റ്റേഡിയത്തിൽ 50,000 കാണികൾക്കുള്ള ഇരിപ്പിടമാണ് ഉണ്ടാവുക. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. പിന്നെ മലപ്പുറം പോലുള്ള സ്ഥലങ്ങളിൽ ധാരാളം ആളുകൾ വരുമെന്നുള്ളത് നമുക്കറിയാം. പ്രത്യേകിച്ച് മലബാറിൽ ഒരു സ്റ്റേഡിയത്തിൽ അതിലധികം ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയില്ലല്ലോ. അപ്പോൾ നമ്മൾ ആ കാര്യങ്ങളിൽ കൂടുതൽ ചർച്ച ചെയ്യാതിരിക്കുകയാണ് നല്ലത്. മിനിസ്റ്റർ, ഇപ്പോൾ നമ്മൾ ഇന്ന് കാണുന്നതിനൊരു പ്രത്യേക സാഹചര്യമുണ്ട്. അത് നാളെ വളരെ പ്രധാനപ്പെട്ട ഒരു സമ്മിറ്റ് തിരുവനന്തപുരത്ത് നടക്കുകയാണ്, തിരുവനന്തപുരത്ത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ. അപ്പോൾ നമുക്ക് ലോകത്തിന് മുമ്പിൽ അഭിമാനിക്കാവുന്ന ഒന്നാണ് ഈ IFFK എന്ന് പറയുന്നത്, ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള. അതിലെ അംഗീകാരം എന്നൊക്കെ പറയുന്നത് രാജ്യാന്തര തലത്തിലാണ്, അതിൻ്റെ പ്രശസ്തിയും ഒക്കെ. ഇപ്പം മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ നടക്കാൻ പോകുന്നത് ISSK, ഇൻ്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റ് ഓഫ് കേരള. അപ്പോൾ
ഈ പറയുന്ന കായിക ഉച്ചകോടി നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു. എന്താണ് ഈ ഉച്ചകോടിയുടെ ലക്ഷ്യം? എത്രത്തോളം പാർട്ടിസിപ്പൻസ് വരും? രാജ്യത്തിന് പുറത്തു നിന്നുള്ള ആളുകളെ പ്രതീക്ഷിക്കുന്നുണ്ടോ? അതിൻ്റെ ഒരു വിശദാംശങ്ങളൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി വെളിപ്പെടുത്തുന്നത് നന്നായിരിക്കും. നമ്മുടെ രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു ഉച്ചകോടി നടക്കുന്നത്. ഇതിൽ നിന്ന് കേരളത്തിന് ധാരാളം കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിൽ വരുന്നില്ലെങ്കിലും 29 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ നാളെ തിരുവനന്തപുരത്ത് എത്തിച്ചേരും. അതിൽ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള പലരുമുണ്ട്. അപ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന ധാരാളം അറിവുകൾ നമുക്ക് ഈ സെമിനാറുകളിൽ ഷെയർ ചെയ്യാൻ കഴിയും. അതോടൊപ്പം തന്നെ ആധുനിക സാങ്കേതിക വിദ്യ കായിക രംഗത്ത് പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. ഇന്ന് കേരളത്തിൽ അത്തരം കാര്യങ്ങളിൽ കായിക രംഗത്തുള്ള പ്രവർത്തനങ്ങളിൽ ഇത്തരം ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നത് കുറേ പിന്നിലാണ്. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് പരിഹരിക്കാൻ കഴിയും. 25ഓളം പേപ്പറുകൾ ഇതിൽ സബ്മിറ്റ് ചെയ്യപ്പെടും. അത് നല്ല രീതിയിൽ തന്നെ കായിക കേരളത്തിന് ഉപയോഗിക്കാൻ കഴിയണം. ഇവിടെ നമ്മൾ കാണുന്നത് കായിക സാമ്പത്തിക മേഖല അത് നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ കായിക മേഖലയിൽ നിന്നുള്ള GDPയുടെ വിഹിതം ഏകദേശം 1% അധികം മാത്രമാണ്. കുറഞ്ഞ ഒരു 1.1 ആ രീതിയിലേ ഉള്ളൂ. നമ്മൾ ലക്ഷ്യം വെക്കുന്നത് കായിക മേഖലയിലെ GDPയുടെ ശതമാനം 4% മുകളിൽ കൊണ്ടുവരിക. അതാണ് ഈ കായിക സാമ്പത്തിക മേഖലയെ വളർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് നിരവധി മേഖലകളിൽ കായിക പ്രവർത്തനങ്ങളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടത്. അതിൽ ഒന്നാണ് വിദ്യാഭ്യാസ മേഖലയിലുള്ള കായിക പഠനം ത്വരിതപ്പെടുത്തുക. ഇപ്പോൾ പ്രൈമറി തലത്തിൽ നിന്ന് തന്നെ കായിക വിദ്യാഭ്യാസം നല്ല രീതിയിൽ കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ പാഠപുസ്തകങ്ങളൊക്കെ തയ്യാറായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്കൂൾ വിദ്യാഭ്യാസ കാലത്തിന് ശേഷം കോളേജുകളിൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ തന്നെ കായിക പഠനം നമ്മൾ ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ എനിക്കറിയാം അങ്ങേക്ക് അക്കാര്യത്തിൽ കുറച്ച് കൂടുതൽ വിശദീകരിക്കാനുണ്ട് എന്ന്. പക്ഷേ എല്ലാ കാര്യങ്ങളും താങ്കൾക്ക് വിശദീകരിക്കാനുള്ള ഒരു അവസരം എന്നുള്ള നിലയിൽ നോക്കൂ, നമ്മുടെ ഒരു സംസ്ഥാനം കായിക രംഗത്ത് വളരെ മുന്നിലാണ്. ഇപ്പോൾ താങ്കളൊക്കെ ഒരു വിദ്യാർത്ഥി ആയിരിക്കുന്ന ഘട്ടത്തിൽ ഒരുപക്ഷെ ദേശീയ തലത്തിൽ തന്നെ പ്രതിഭകൾ നമ്മുടെ കേരളത്തിൽ നിന്നായിരുന്നു. ഇന്നിപ്പോൾ താങ്കൾ ശരിയാവണ്ണം സൂചിപ്പിച്ചതുപോലെ പുതിയ സാങ്കേതിക വിദ്യകൾ ഉൾച്ചേർക്കുന്നതിൽ സാമ്പത്തികമായി നമുക്ക് കായിക താരങ്ങളെ സംരക്ഷിക്കുന്നതിലൊക്കെ തന്നെയും നമ്മുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് പിന്നോട്ടടിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒഡീഷയിൽ ഹോക്കി വേൾഡ് കപ്പ് വളരെ മനോഹരമായി അവർ സംഘടിപ്പിച്ചു. ഇപ്പോൾ ഒരു ഹോക്കിയുടെ കാര്യത്തിനകത്ത് ഒരു ഹോക്കി ലാൻഡ്സ്കേപ്പായി ഒഡീഷ മാറുകയൊക്കെ ചെയ്തു. വലിയ പിന്തുണയാണ് നവീൻ പട്നായിക് അതിന് നൽകിയിട്ടുള്ളത് എന്ന് ഹോക്കി താരങ്ങൾ തന്നെ പറയുന്നു എന്നുള്ളതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ഇവർക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള അലവൻസസ് ആയിക്കോട്ടെ, അവർക്ക് ജോലി നൽകാമെന്നുള്ള വാഗ്ദാനമായിക്കോട്ടെ, ഇവിടെ അവർക്ക് കൃത്യമായ പരിശീലനം നൽകുന്നതിനുള്ള പരിശീലകരുടെ കാര്യത്തിലോ സൗകര്യങ്ങളുടെ കാര്യത്തിലോ നമ്മൾ അപ്പോൾ ഇത്തരം കോൺക്ലേവുകൾ സംഘടിപ്പിക്കുമ്പോൾ ഇതുമായി ചേർന്ന് പോകണ്ടേ സാർ? നോക്കൂ, ഞാനതിൻ്റെ ബേസിക്കായുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ കേട്ടിട്ടുള്ളൂ. ഇതൊക്കെ തന്നെ അടിസ്ഥാനപരമായി ഇത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. ഇതിൽ കായിക താരങ്ങളുടെ ജോലിയുമായി സംബന്ധിച്ച കാര്യങ്ങളൊക്കെ തന്നെ തെറ്റായ പ്രചരണമാണ്. ഇപ്പോൾ അവസാന ബാച്ച് നമ്മൾ അവരുടെ ആപ്ലിക്കേഷൻ വിളിച്ചു, അത് അപ്പോയിൻമെൻറ്റിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ 741 ആളുകൾ നമ്മളിപ്പോൾ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. എല്ലാ വർഷത്തിലും 50 പേരെ നമ്മൾ നിയമിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ പ്രഖ്യാപിത ലക്ഷ്യം. അപ്പോൾ അതിലൊന്നും ഒരു കുറവും ഇപ്പോൾ വരുത്തുന്നില്ല. ഇവിടെ നമ്മൾ കാണേണ്ടത് അടിസ്ഥാനപരമായ കായിക വികസനം എന്നുള്ളത് കായിക രംഗത്ത് വെറും മെഡലിസ്റ്റുകളെ സംഭാവന ചെയ്യുന്ന രീതിയല്ല നമ്മൾ വിഭാവനം ചെയ്യുന്നത്. എല്ലാവരിലും സ്പോർട്സ് എത്തിക്കുക, കായികക്ഷമത വർദ്ധിപ്പിക്കാനുള്ള പുതിയ നടപടികളുണ്ടാകണം. സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ ഈ രംഗത്ത് വലിയ തോതിലുള്ള മുതൽ മുടക്ക് ഇപ്പോൾ തന്നെ ആയിട്ടുണ്ട്. ഏകദേശം 1500 കോടി രൂപയിലധികം കേരളത്തിൽ ഈ കഴിഞ്ഞ 7 വർഷത്തിനകം തന്നെ നമ്മൾ മുടക്കിയിട്ടുണ്ട്.
പക്ഷെ അതുകൊണ്ട് കാര്യങ്ങൾ തീരുന്നില്ല. നല്ല രീതിയിൽ തന്നെ കായിക പ്രവർത്തനം നടത്താൻ അത് ഉതകുന്നില്ല. കാരണം അത് നമ്മുടേതായ ഒരു സിസ്റ്റത്തിൽ ഓരോ പ്രദേശങ്ങളിലുള്ള കായിക പ്രശ്നങ്ങൾ, ഇപ്പോൾ ഓരോ ടൗണുകളിൽ കേന്ദ്രീകരിച്ച് ഇതൊക്കെയാണല്ലോ. ഇതിനെ നമ്മൾ പൊതുമേഖലയോടൊപ്പം തന്നെ സ്വകാര്യ മേഖല കൂടി ഈ രംഗത്ത് വരികയാണ്. സ്വകാര്യ മേഖലയുടെ കടന്നുവരവ് നല്ല രീതിയിൽ ഇപ്പോൾ തന്നെ കേരളത്തിലുണ്ട്. നിങ്ങൾക്കറിയാം, ധാരാളം ടർഫുകൾ, 2300ഓളം ടർഫുകൾ ഇന്ന് കേരളത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ തന്നെ അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരികയാണ്. അവിടെ കായിക രംഗത്തുള്ള പുതിയ ഉദ്യമങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ അവർക്ക് വ്യവസായ വകുപ്പ് നൽകുന്ന പോലെ തന്നെയുള്ള MSME പദവി നൽകിക്കൊണ്ട് എല്ലാ ആനുകൂല്യങ്ങളും നൽകുക. അപ്പോൾ കൂടുതൽ സംരംഭങ്ങൾ ഇവിടെ എത്തും. അതിനാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് ഈ ഒരു സമ്മിറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ സ്പോർട്സ് ഇന്ന് ലോകത്ത് തന്നെ പ്രസിദ്ധമാണ്. കാരണം മുമ്പ് ഈ സ്പോർട്സ് ഗെയിമിംഗ് ആയിരുന്നു, പക്ഷെ ഇപ്പോൾ അത് മാറി. ഫിസിക്കൽ ആക്ടിവിറ്റീസ് നടത്തുന്ന ഏറ്റവും നല്ല ഗെയിമായി ഈ ഗെയിം മാറി. അപ്പോൾ എല്ലാ വീടുകളിലും കായിക പ്രവർത്തനം നയത്തിലേക്കുള്ള യാത്രയിലാണ് സംസ്ഥാനം എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ അപ്പോഴും ചില ഗ്രേ ഏരിയാസ് ഉണ്ട്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ നാഷണൽ ഗെയിംസിലൊക്കെ കേരളത്തിൻ്റെ പെർഫോമൻസ് വളരെ പിന്നോക്കം പോകുന്നൊരവസ്ഥയുണ്ടാവുന്നു. നമുക്ക് പ്രതിഭകളൊക്കെ ഉണ്ടാവുന്നു. പക്ഷേ പല പ്രതിഭകളും സംസ്ഥാനത്തിന് പുറത്തേക്ക് പോകുന്നു. ഇടക്കാലത്ത് അവരുന്നയിച്ചൊരു പ്രധാനപ്പെട്ട ആരോപണം സംസ്ഥാനം വേണ്ടത്ര രീതിയിൽ കായിക താരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. അത് താങ്കൾക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ തവണ ഒളിമ്പിക്സ് കഴിഞ്ഞു വരുന്ന ഘട്ടത്തിലും ഒക്കെ സംസ്ഥാനത്തൊരു തണുത്ത പ്രതികരണമാണോ ഉണ്ടായിരുന്നത് എന്ന രീതിയിലുള്ള ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ നാഷണൽ ഗെയിംസ് പോലെയുള്ള ദേശീയ കായിക മത്സരങ്ങളിൽ പോലും ഇത്രയും പ്രതിഭകളൊക്കെ ഉണ്ടായിരുന്നിട്ടും നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടത്ര മികച്ചൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയാതെ പോകുന്നത്? നമുക്ക് എവിടെയെങ്കിലും ആ അർത്ഥത്തിലൊരു ഈ കായിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ സമൂഹത്തിനും സർക്കാരിനും ഒരു വീഴ്ചയോ ഒരു പിന്നോട്ട് പോക്കോ സംഭവിച്ചിട്ടുണ്ടോ? അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളും കായിക ഉച്ചകോടിയും രണ്ടാണ്. ഇതിൽ നിങ്ങൾ പറഞ്ഞ ഈ കാര്യത്തിലുള്ള ഒന്ന് പ്രധാനമായും നമ്മൾ മനസ്സിലാക്കി പോകേണ്ടത് അടിസ്ഥാനപരമായിട്ടുള്ള കായിക വികസനമാണ് നമ്മളിവിടെ ലക്ഷ്യം നിൽക്കുന്നത്. ഈ പറയുന്ന ധാരാളം ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മൾ നൽകാൻ പോകുന്നത്. ഇപ്പോൾ മൈക്രോ ലെവൽ സ്പോർട്സ് എന്നുള്ള ഒരു കൺസെപ്റ്റ് മുമ്പ് അങ്ങയോട് പങ്കുവച്ചതാണ്. അപ്പോൾ പഞ്ചായത്ത് തലങ്ങളിലേക്ക് കായിക പ്രവർത്തനങ്ങൾ വരികയാണ്. അപ്പോൾ ഈ പഞ്ചായത്ത് തലത്തിൽ വരുന്ന കായിക പ്രവർത്തനങ്ങളിൽ നിന്നും നല്ല തോതിലുള്ള മുന്നോട്ട് വരവ് ഉണ്ടാവും. അപ്പോൾ പഞ്ചായത്ത് തലത്തിലേക്ക് ജില്ലാ തലത്തിൽ നിന്നും പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികൾക്ക് സംസ്ഥാന തലത്തിൽ പ്രത്യേക പരിശീലന പരിപാടികൾ, ഇതെല്ലാം തന്നെ ആസൂത്രണം ചെയ്തുള്ള 1000ഓളം പദ്ധതികളാണ് ഈ സമ്മിറ്റിൽ അവതരിപ്പിക്കപ്പെടുന്നത്. അത് നല്ല രീതിയിൽ തന്നെ പഞ്ചായത്ത് തലത്തിൽ തുടങ്ങാനുള്ള കാര്യങ്ങൾ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ മന്ത്രി അടക്കമുള്ളവർ നല്ല രീതിയിൽ അതിന് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർന്ന് വരുമ്പോൾ നമ്മൾ ഈ സമ്മിറ്റ് നടത്തി നാളെ കുറേ ആളുകൾ നാഷണൽ ഗെയിംസിൽ പോയി കുറേ മെഡലുകൾ നേടി വരും എന്നൊന്നുമല്ല ഇതിൻ്റെ കാര്യം. സ്പോർട്സിൽ എന്തായാലും ഈ സ്വകാര്യ പങ്കാളിത്തമില്ലാതെ കായിക മേഖല ഒരിടത്തും വികസിച്ചിട്ടില്ല. നമുക്കറിയാം, ഇപ്പോൾ അർജന്റീനയുടെ കാര്യത്തിലാണെങ്കിൽ പോലും മെസ്സി 6ാമത്തെ വയസ്സിലാണ് റൊസാരിയോ ക്ലബിൽ കളിക്കാൻ ചേരുന്നത്. അപ്പോൾ ഇത്രയും ക്ലബ്ബുകൾ വരണമെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ സ്വകാര്യ പങ്കാളിത്തം വരണം. അപ്പോൾ അങ്ങനെ സ്വകാര്യ മേഖലയിലെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക എന്ന നയത്തിലേക്ക് കേരള സർക്കാർ എത്തുന്നുവെന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? കായിക മേഖലയിൽ കേരളത്തിൽ നടപ്പിലാക്കി വരാൻ പോകുന്ന കായിക നയരേഖ, സ്പോർട്സ് പോളിസി, ഇതെല്ലാം തന്നെ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഇതിൽ എങ്ങനെയാണ് സ്വകാര്യ മേഖലയോടൊപ്പം തന്നെ പൊതുമേഖലയെ ചേർത്ത് നിർത്തിക്കൊണ്ട് പോവുക, അല്ലെങ്കിൽ പൊതുമേഖലയെ ഇപ്പോൾ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളോട് കൂടെ തന്നെ കൂടുതൽ സംഭാവനകൾ സ്വകാര്യ മേഖലയിൽ നിന്നും നമ്മൾ കേരളത്തിൽ ലഭ്യമാക്കുക. ഇത് പ്രത്യേകം നമ്മൾ പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വകാര്യ മേഖല ഇപ്പോൾ തന്നെ ധാരാളം നിക്ഷേപം കേരളത്തിൽ സ്പോർട്സ് രംഗത്തുണ്ട്. അതിന് ഏകീകരിച്ച് കൊണ്ടുവരേണ്ടതുണ്ട്. ഇപ്പോൾ ടർഫുകൾ ധാരാളം അങ്ങ് കണ്ടിട്ടുണ്ടാവും. അങ്ങ് കേരളത്തിൽ ധാരാളം യാത്ര ചെയ്യുന്ന ആളാണ്. ഈ ടർഫുകളൊക്കെ തന്നെ ഒരു ഇനത്തിൽ മാത്രം ശ്രദ്ധിക്കുകയാണ്, ഫുട്ബോളിൽ മാത്രം. അവിടെ മൾട്ടി സ്പോർട്സ് ഹബ്ബുകളായി അതിന് ഉയർത്താനുള്ള നടപടികളാണ് നമ്മുടെ ഈ സമ്മിറ്റിലൂടെ ഉണ്ടാകാൻ പോകുന്നത്. അവിടെ ഒരു കളികൾ മാത്രമല്ല,
ഏറ്റവും ചുരുങ്ങിയത് 5 ഇനങ്ങളെങ്കിലും പരിശീലിപ്പിക്കാൻ അവരെ സഹായിക്കുക. അതിന് വേണ്ട എക്യുപ്മെൻറ്റ്സ് വാങ്ങാൻ നമ്മൾ ഈ വ്യവസായ ലോണ് പോലുള്ള ലോണുകൾ അവർക്ക് നൽകി ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ അവർക്ക് അത് വാങ്ങാൻ കഴിയുക, ലാഭകരമായി അത് നടത്തിക്കാൻ കഴിയുക. അതാണല്ലോ ഇതിൽ പ്രധാനമായി വേണ്ടത്. അപ്പോൾ ധാരാളം പരിശീലകരെ നമുക്ക് കൊണ്ടുവരേണ്ടത്. നിലവിൽ നമ്മൾ സർക്കാർ ചെലവിൽ ഇത്രയധികം പരിശീലകരെ വെക്കുന്നതിനപ്പുറം തന്നെ ഇപ്പോൾ ടെമ്പററി ബേസിൽ തന്നെ ധാരാളം ആളുകൾക്ക് ജോലി നൽകാൻ നമുക്ക് കഴിയും. 10,000 ജോലി സാധ്യതകളാണ് നമ്മുടെ ഈ സമ്മിറ്റിലൂടെ അടുത്ത 1 വർഷത്തിനുള്ളിൽ വരാൻ പോകുന്നത്. അപ്പോൾ അവിടെ പരിശീലകരുടെ സമ്മിറ്റിന്റെ വിശദാംശങ്ങൾ അങ്ങ് സംസാരിച്ചു എന്നാണ് ഞാൻ പരിശീലകർ ലഭ്യമല്ല എന്നുള്ളത്. ഈ സമ്മിറ്റിന് എല്ലാ ആശംസകളും നേരുന്നു. കാരണം അതൊരു നല്ല ചുവടുവെപ്പാണ്. അത് സ്പോർട്സ് ഇക്കോണമി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അവതരിപ്പിക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കായിക സമ്പദ്വ്യവസ്ഥ സംസ്ഥാനത്തിന് ഉണ്ടാക്കുക എന്നുള്ളത്. ഇനിയിപ്പോൾ വി അബ്ദുറഹ്മാനെ പോലെ ആളെ കിട്ടുമ്പോൾ കുറച്ച് രാഷ്ട്രീയം കൂടി രാവിലെ സംസാരിച്ചില്ലെങ്കിലേ അത് ശരിയാവില്ല. പ്രത്യേകിച്ച് ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അങ്ങ് മന്ത്രിയായിരിക്കുന്ന അങ്ങ് റെപ്രസെൻ്റ് ചെയ്യുന്ന ജില്ല, ആ ജില്ല വളരെ പ്രധാനമാണ്. മലപ്പുറം ജില്ലയിലെ 2 ലോക്സഭാ സീറ്റുകളും ലീഗിൻ്റെ ആധിപത്യത്തിലാണ് എക്കാലത്തും ഉള്ളത്. പക്ഷേ ശ്രീ വി അബ്ദുറഹ്മാൻ ഇപ്രാവശ്യം ഇപ്പോൾ 1-2 കാര്യങ്ങൾ പറയാം. ഒന്ന്, ഇപ്പോൾ സമസ്തയും ലീഗുമായി ഉണ്ടായിട്ടുള്ള ചില അഭിപ്രായ ഭിന്നതകൾ, അതോടൊപ്പം തന്നെ ആര്യാടൻ ഷൗക്കത്തിനെയൊക്കെ പോലുള്ള ആളുകൾ കോൺഗ്രസിൽ ഉയർത്തുന്ന വെല്ലുവിളികൾ. അപ്പോൾ ഇതൊക്കെ ഒരു അനുകൂലമായ മുൻ തിരഞ്ഞെടുപ്പ് കാലത്തേക്കാൾ കുറച്ചുകൂടി അനുകൂലമായ ഒരു അന്തരീക്ഷം ഇടതുപക്ഷത്തിന് ഉണ്ടാക്കുന്നുണ്ടോ ആ ജില്ലയിൽ? എന്തെങ്കിലും അത്ഭുതം ഈ പറയുന്ന 2-3 മാസത്തിന് ശേഷം നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ, ഞാൻ അങ്ങ് ആ ജില്ലയിൽ നിന്ന് വരുന്ന നേതാവ് എന്ന നിലയ്ക്ക് ചോദിക്കുന്നു, അതിനുള്ള സാധ്യതകൾ എത്രമാത്രമാണ്? കേരളത്തിൽ തന്നെ നമ്മുടെ ജനങ്ങൾ പുനർചിന്തനം നടത്തേണ്ട സമയമാണ്. ഇവിടെ ദേശീയ രാഷ്ട്രീയം നമ്മൾ എടുക്കുകയാണെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഇന്നുണ്ടാവുന്ന ഏറെ ദുരിതങ്ങളുണ്ട്. അതിനെതിരായി ശബ്ദിക്കാൻ കോൺഗ്രസ് പോലുള്ള ഒരു കക്ഷികൾക്കും കഴിയുന്നില്ല. പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗിന് ന്യൂനപക്ഷ മുസ്ലിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് വ്യക്തമായതാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇപ്പോൾ നമ്മൾ കാണും, കേന്ദ്രത്തിൽ BJP അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ഓരോ നടപടികളിലും ലീഗിൻ്റെ നേതാക്കൾ എടുത്തിട്ടുള്ള നിലപാടുകൾ BJPയെ സഹായിക്കുന്നതാണ്. അത് നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കി പോകാൻ നമ്മുടെ മലപ്പുറം അടക്കമുള്ള സ്ഥലങ്ങളിൽ ന്യൂനപക്ഷങ്ങൾ തയ്യാറാണ്. അത് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ മാത്രമൊന്നുമല്ല, കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ അത് മനസ്സിലാക്കി പോകേണ്ടതുണ്ട്. കേരളത്തിൽ മാത്രമാണ് ന്യൂനപക്ഷങ്ങൾക്ക് നല്ല രീതിയിൽ സ്വതന്ത്രമായി തന്നെ പ്രവർത്തിക്കാനുള്ള അവകാശമുള്ളത്. അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിരവധി നടപടികൾ എടുത്തൊരു ഗവൺമെൻറ്റാണ് കേരളത്തിലുള്ളത്. അപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ പിന്തുണക്കുക എന്നത് കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ ഏറ്റവും ആവശ്യമായതാണ്. ഇല്ല, അതൊക്കെ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ 99 സീറ്റൊക്കെ കിട്ടുന്നത്. ചോദ്യം വളരെ സ്ട്രെയിറ്റ് ആയിരുന്നു. മലപ്പുറം ജില്ലയിൽ ഇപ്പം പൊന്നാനി മണ്ഡലത്തിൽ നിന്ന് ഒരു മാറ്റം ET മുഹമ്മദ് ആഗ്രഹിക്കുന്നു എന്ന് ET മുഹമ്മദ് ബഷീർ ആഗ്രഹിക്കുന്നു എന്ന് കേൾക്കുന്നു. കാരണം വെച്ചാൽ അത് സേഫായ ഒരു മണ്ഡലമല്ല എന്ന് അദ്ദേഹത്തിന് തോന്നുന്നുണ്ട്. ആ മണ്ഡലത്തിലെ പല നിയമസഭാ മണ്ഡലങ്ങളിലും CPM വിജയിച്ചിട്ടുള്ള മണ്ഡലവുമാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഈ പറയുന്ന ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടല്ലോ, സമസ്തയായിട്ടുള്ള ഭിന്നിപ്പ്, കോൺഗ്രസിലെ പ്രശ്നങ്ങൾ. അപ്പോൾ പൊന്നാനി മണ്ഡലം എന്ന് പറയുന്നത് തൊട്ട് അത്ര സേഫ് അല്ല എന്ന് ലീഗിന് പോലും തോന്നുന്നൊരു സാഹചര്യം അവിടെ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് ചോദിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ ന്യൂനപക്ഷങ്ങളിലെ ഏറ്റവും കൂടുതലുള്ള ആരാ മലപ്പുറം ജില്ലയിൽ മുസ്ലിം ന്യൂനപക്ഷമാണ്. അവർക്ക് തന്നെ ഇത് മനസ്സിലാവണം. അവരെ ഇടതുപക്ഷത്തെ പിന്തുണക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. മുസ്ലിം ലീഗ് തന്നെ സമസ്ത പോലുള്ള സംഘടനകളെ അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. എത്രയോ വർഷങ്ങളായി കേരളത്തിലെ മതപ്രബോധന രംഗത്തും സുന്നി പ്രസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഉയർന്ന നിലവാരം പുലർത്തുകയും ഏറ്റവും മാന്യമായി കേരള സമൂഹത്തോട് പെരുമാറിയുന്ന സമസ്ത പോലുള്ള അതിൻ്റെ ഉന്നതരായ നേതാക്കൾ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എല്ലാവരും ആദരിക്കപ്പെടുന്ന, ബഹുമാനിക്കപ്പെടുന്ന വലിയ വലിയ മഹത്തുക്കളായിരുന്നു. അവരെപ്പോലും തള്ളിപ്പറയുന്ന രീതിയിൽ ഒരു സാധാരണ രാഷ്ട്രീയ ചേരികൾ തിരിഞ്ഞുള്ള പ്രസ്താവനകൾ പോലെ നടത്താൻ മുസ്ലിം ലീഗ് അടക്കമുള്ള കാര്യങ്ങൾ തയ്യാറാവുമ്പോൾ സമസ്ത പോലുള്ള സംഘടനകൾ മറ്റൊന്ന് ചിന്തിച്ചാൽ തെറ്റൊന്നുമില്ല. അത്തരം സംഘടനകളെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ അവർക്ക് കൃത്യമായുള്ള സംരക്ഷണം നൽകുന്ന കാര്യത്തിൽ ഇടതുപക്ഷ പ്രവർത്തകർ എന്നും മുന്നിൽ നിന്നുണ്ട്. അനീതിക്കെതിരായിട്ടുള്ള ഏത് കാര്യങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കെതിരായി നടന്നിട്ടുണ്ടെങ്കിൽ അവരുടെ സംരക്ഷണം ഏത് സമയത്തും ഉറപ്പുവരുത്താൻ
ഇടതുപക്ഷ ഗവൺമെൻറ്റിന് മാത്രമല്ല ഓരോ പ്രദേശങ്ങളിലും ഇടതുപക്ഷ പ്രവർത്തകർ എല്ലാ കാലഘട്ടത്തിലും ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഗവൺമെൻറ് ഇല്ലെങ്കിലും ന്യൂനപക്ഷ വിഭാഗങ്ങളെ, ന്യൂനപക്ഷ സമുദായത്തിൽപ്പെടുന്ന ആളുകളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഒരു കുറവും വരുത്തിയിട്ടില്ല. അത് കേരളത്തിലെ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ മുസ്ലിം ജനവിഭാഗങ്ങൾ മനസ്സിലാക്കി പോകേണ്ടതുണ്ട്. താങ്കൾ CPM ൽ ചേർന്നു. യൂണിവേഴ്സിറ്റി മലപ്പുറം ജില്ല അടക്കമുള്ള കാര്യങ്ങളിൽ ഒക്കെ തന്നെ പറഞ്ഞോളൂ. താങ്കൾ CPM ൽ ചേർന്ന് കഴിഞ്ഞു. കേട്ടില്ല കേശ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അടക്കമുള്ള പ്രവർത്തനങ്ങൾ, അതിൻ്റെ പ്രവർത്തനം എന്നാ തുടങ്ങിയത്? ബഹുമാനപ്പെട്ട EMS നമ്പൂതിരിപ്പാട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് മലപ്പുറം ജില്ല മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശത്ത് ഒരു ജില്ല എന്നുള്ള വർഷങ്ങളായിട്ടുള്ള ആവശ്യം നിവർത്തിച്ചു കൊടുത്ത ഏത് കാലത്താണ്? അപ്പോൾ 9 വർഷം മുമ്പ് വരെ താങ്കൾ CPM ലായിരുന്നില്ല, ഭരണം ഏത് കാലത്തും. എന്തുകൊണ്ടാണ് കോൺഗ്രസിൽ നിന്ന് പോരേണ്ടി വന്നത്? ഇന്ന് രാജ്യത്ത് കോൺഗ്രസ് എടുക്കുന്ന നിലപാടെന്താണ്? രാമക്ഷേത്രം അടക്കമുള്ള അയോധ്യയിലുള്ള കാര്യങ്ങൾക്കൊക്കെ കോൺഗ്രസിൻ്റെ നിലപാടെന്താ? ശരിയാണോ? ഒരു ബഹുസ്വരത ഉയർത്തിപ്പിടിക്കേണ്ട സമയത്ത് കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസിലെ സാധാരണ പ്രവർത്തകരടക്കം എടുക്കുന്ന നിലപാടെന്താണ്? അംഗീകരിക്കാൻ പറ്റുന്നതാണോ? വ്യക്തമാണ്. ഏതായാലും രാഷ്ട്രീയ നിലപാട് വ്യക്തമാണ്. വി അബ്ദുറഹ്മാൻ, നന്ദി. എനിക്കൊരു കാര്യം പറയണ്ടേ, ഞാൻ ഇപ്പം 2005 വി അബ്ദുറഹ്മാനെ കാണുന്നത് ആദ്യമായിട്ട്. ഇപ്പോൾ ഒരു 18 വർഷമൊക്കെ ആയി അല്ലേ? 2005 എന്ന് പറയുമ്പോൾ 2023. ഒരു കാര്യത്തിലെ മാറ്റം വന്നിട്ടുള്ളൂ അബ്ദുറഹ്മാൻ. ഈ പാർട്ടി മാറി എന്നുള്ള ഒഴിച്ചാൽ ഒരു മാറ്റവും വന്നിട്ടില്ല. എനിക്ക് അന്ന് കണ്ട അബ്ദുറഹ്മാനെ പോലെ തന്നെയാണ്. നല്ല സുന്ദരനുമാണ് അബ്ദുറഹ്മാൻ. മാത്രമല്ല ഈ യാത്രയിൽ ഉടനീളം നല്ല സൽക്കാരപ്രിയനുമാണ്. ആണല്ലേ? ഈ യാത്രയിലുടനീളം നമ്മളുണ്ടായിരുന്നല്ലോ യാത്രയിൽ. പക്ഷെ അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും അതിരാവിലെ കൃത്യമായി മുടക്കം വരാതെ ഇടുക്കിയിലെ തണുപ്പിൽ പോലും നടക്കാൻ ഇറങ്ങിയത് മിനിസ്റ്ററാണ്. മാത്രമല്ല അപൂർവമായ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അബ്ദുറഹ്മാന്റെ വീട്ടിൽ വെച്ചൊരു ക്യാബിനറ്റ് യോഗം നടന്നു സംസ്ഥാനത്തിന്റെ, അല്ലെ? സംസ്ഥാനത്തിന്റെ ഒരു ക്യാബിനറ്റ് കാര്യമുള്ളൂ. വി അബ്ദുറഹ്മാൻ മെസ്സിയെ കൊണ്ടുവരെന്ന് പറഞ്ഞൊരു പച്ചക്കുളം ബാസയെ കൊണ്ടുവരുന്നത്. നോക്കൂ, നടക്കുന്നതേ പറയൂ, പറയുന്നതേ നടക്കൂ. അതാണ് ഞങ്ങളെ നേതാവ് തന്നെ പറഞ്ഞിട്ടുള്ളത്. നടത്തിയിരിക്കും. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വി അബ്ദുറഹ്മാൻ, തീർച്ചയായും എല്ലാവർക്കും ചേർന്ന് നിന്നുകൊണ്ട് തന്നെ ചെയ്യാൻ കഴിയണം. ഈ മെസ്സിയുടെ അടക്കമുള്ള കായിക രംഗത്തുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും ചേർന്ന് നിന്നുണ്ടെങ്കിൽ അത്ഭുതങ്ങളുണ്ടാവും. മെസ്സി മാത്രമല്ല, ലോകത്തെ എല്ലാ പ്രഗത്ഭരായ ടീമുകളെയും നമുക്ക് നമ്മുടെ കേരളത്തിൽ എത്തിക്കാൻ കഴിയും. ഒറ്റ വാചകത്തിൽ ഉത്തരം വി അബ്ദുറഹ്മാൻ. ഇതിന്റെ ചെലവ് എത്രയാ? പറയില്ല. ഏതിന്റെ? ഈ അർജന്റീനിയൻ ടീമിനെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഉച്ചകോടിയുടേതാണോ? അല്ലല്ല, അർജന്റീനിയൻ ടീമിനെ കേരളത്തിലേക്ക് കൊണ്ടുവരില്ല. അത്തരം ചർച്ചകളിലേക്ക് നമ്മൾ പോകുന്നതേ ഉള്ളൂ. അല്ല, ഞാനൊരു പത്രത്തിൽ വായിച്ചു ഒരു വലിയ തുകയാണെന്ന്, ഏതാണ്ട് 80 കോടിയോളം രൂപ വരും എന്നൊക്കെ. അല്ല, അങ്ങൊരു ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, സർക്കാർ ഇത്രയും പണം മുടക്കി ടീമിനെ കൊണ്ടുവരാൻ സർക്കാർ മുതിരില്ല. പൊതു ഖജനാവിൽ നിന്നും ഇത്രയും വലിയ ഭാരിച്ച തുകയെടുത്ത് മെസ്സി ഏത് ടീമായാലും കേരളത്തിൽ ഇന്ന് കളിപ്പിക്കാനുള്ള പ്രാപ്തി നമുക്കില്ല, വസ്തുതയാണ്. അപ്പോൾ ഇതിനുള്ള പണം കണ്ടെത്തണം. ആ കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ നടക്കും. ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും അക്കാര്യത്തിൽ തർക്കമില്ല വി അബ്ദുറഹ്മാൻ. അത് വേണം എന്നുള്ള അഭിപ്രായക്കാരൻ തന്നെയാണ് നമ്മളെല്ലാവരും, അഭിപ്രായക്കാരാണ് നമ്മളെല്ലാവരും. പ്രത്യേകിച്ച് ഈ ക്രിക്കറ്റൊക്കെ വല്ലാതെ കൊമേഴ്ഷ്യലായ സമയത്ത് നമുക്ക് ഫുട്ബോളിനെ വളർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട് എന്നുള്ളത് ഒന്ന്. പക്ഷേ ഈ ഏഷ്യ കപ്പൊക്കെ വലിയ നിരാശ തരുന്നില്ലേ? യെസ്, എന്ത് ചെയ്യാൻ കഴിയും? എത്രയും കൂടുതൽ ജനസംഖ്യാനുപാതത്തിൽ നമ്മളല്ലേ ഇതൊക്കെ നേടിയെടുക്കേണ്ട ആളുകൾ. പക്ഷെ അതിനാണ് ഇന്ത്യയിൽ ആദ്യമായി തന്നെ ഈ സ്പോർട്സ് സമിതിയുടെ മൈക്രോ ലെവൽ സ്പോർട്സിലേക്ക് നമ്മൾ കടക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ കായിക രംഗത്തുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള പ്രവർത്തനം കേരളത്തിൽ ആരംഭിക്കാൻ പോകും. അതിലെല്ലാ ഭാവങ്ങളും ആശംസിക്കുന്നു. നല്ല തുടക്കമാവട്ടെ. താങ്ക് യു വെരി മച്ച്. കായിക രംഗത്ത് കുറച്ച് എനർജി വേണ്ടത് അനിവാര്യതയാണ്, കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. നമ്മുടെ ഈ പാനലിലുള്ള എല്ലാവരെയും നമ്മുടെ ഈ സമിറ്റിൽ നിങ്ങൾ വരണം. ഒരു പ്രാവശ്യമെങ്കിലും വന്ന്
ഇത് കാണണം എന്നുള്ള ഒരു അഭ്യർത്ഥന. ഇല്ലെങ്കിലും രാവിലെ അതിന്റെ തന്നെ ലിറ്ററേച്ചറൊക്കെ നമ്മൾ ക്ഷണിക്കുകയാണ്. പരിശോധിക്കുകയും താങ്കൾക്ക് അല്ലെങ്കിൽ പ്രതിനിധികളെത്തും. സർക്കാരിന് വേണ്ടത്ര സഹായം പ്രതിനിധികൾ അല്ലെ, എന്തായാലും നമ്മുടേതായിട്ടുള്ള മാധ്യമ സഹായം എന്തായാലും ഉണ്ടാവും. നന്ദി വളരെ ശ്രീ നന്ദി, അബ്ദുറഹ്മാൻ. ശരി.